ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഗ്രോസറി സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആ ഗ്രോസറി സ്റ്റോർ മേലാണ് സെയിലാക്കി ഗൈസ്. സംഭവം നമ്മളിന്ന് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഏരിയയിലായിട്ട് ഒരു കാർ ഡീലർഷിപ്പ് സെയിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി കാണണം എങ്ങനെയാണ്. എന്നിട്ട് അവിടെ നമ്മൾ മൊത്തം കാർസ് ഇനി സെയിലാക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഈ ഗ്രോസറി സ്റ്റോർ നിർത്തി ഈ കാർ ബിസിനസ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ ഗ്രോസറി സ്റ്റോർ വാങ്ങിക്കണം വീഡിയോ കാണാൻ തന്നെ കാണാം. നമ്മൾ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കുക. എല്ലാവരും ആ വീഡിയോ കണ്ടേ കിട്ടും. ഒരു അടിപൊളി വീഡിയോ തന്നെയായിരുന്നു. നമ്മളെ സെയിലാക്കേണ്ട അവസ്ഥ വന്നാലേ നമ്മൾ സെയിലാക്കിയത്. പിന്നെ നമ്മൾ റോബ്ലോക്സിന്റെ ഒരു പ്രിസൺ എസ്കേപ്പിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തന്നെ കാണാം. ഇവിടെ ഐക്കാർഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്താലേ കിട്ടൂട്ടാ. എല്ലാവരും കണ്ടേക്ക്. അതിൽ വാച്ചിങ് ഒക്കെ കുറവാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ഗ്രോസറി സ്റ്റോർ റോഡ് സൈഡിലും ഒന്നാമത് പെട്രോൾ പമ്പിന്റെ അടുത്തായിരുന്നു. നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അത് സെയിലാക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ 2-3 ദിവസം വാങ്ങിച്ചിട്ട് ആ 2-3 ദിവസം നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ സെയിലാക്കേണ്ട അവസ്ഥ വന്നതല്ല, നമ്മൾ സെയിലാക്കിയതാണ്. നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സെയിലാക്കിയാൽ ഇപ്പോഴും ഈ കാർ ഡീലർഷിപ്പ് അതും കൂടി മുന്നോട്ട് കൊണ്ടുവച്ചാൽ അത്യാവശ്യം ക്യാഷ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം സെയിലാക്കിയത്. എനിക്ക് ഇത്തിരി കൂടി താല്പര്യമുള്ളത് ഈ കാർ ഡീലർഷിപ്പിനോടൊക്കെയാണ് ഗൈസ്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇതൊക്കെയാണ് ഗൈസ്, ഒരു വൈബാണ്. നമുക്ക് നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. A few moments later. ഇവിടെ കൊണ്ടാണല്ലോ. ലൊക്കേഷൻ കാണിക്കണ ഈ ബിൽഡിംഗ് ആണെങ്കിൽ ഇത് തന്നെയാണോ? നമുക്ക് ഫ്രണ്ട് ഒന്ന് പോയി നോക്കി നോക്കട്ടെ. ഇത് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അതന്നെ നമ്മളെ കാർ ഡീലർഷിപ്പ്. ഇതാണ് കേസ് നമ്മളെ കാർ ഡീലർഷിപ്പ്. ഇപ്പൊ നമ്മള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഓണർ ഉണ്ടല്ലോ, ഡോറൊക്കെ തുറന്നിട്ടെന്ന് പോയിട്ടുണ്ട്. ഞാളോട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്യാഷും കൂടി കൊടുക്കാണ്ട്. ഞാൻ അതും കൂടി ഒന്ന് ഡീലാക്കണം. ആളിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ഈ റോഡ് സൈഡിൽ അത്യാവശ്യം ഭംഗിയുള്ളൊരു കാർ ഡീലർഷിപ്പ് തന്നെ ഉണ്ടാ. ഇവിടെ പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവര്. ഇവിടെ നമുക്ക് 2-3 കാർക്ക് ഇടാം. പിന്നെ മേലൊക്കെ ഉണ്ട് കേസ്. അവിടെ കുറെ കാറിന്റെ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 5 മണി 6 മണി അതിൻ്റെ ഉള്ളിൽ എത്തുന്ന പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ വീണ്ടും രണ്ടാമത് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പൊ നമുക്ക് ഷിൻജാനായിട്ട് വരണം. ഷിൻജാൻ ഇപ്പൊ ക്ലാസ്സിന് പറഞ്ഞിരിക്കുന്നത് കേസ്. ഓനെ ഈ കാര്യം പറഞ്ഞാൽ ഓൻ എന്തായാലും ക്ലാസ്സിന് പോകില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഓനോട് പറഞ്ഞിട്ടില്ല. ഓന് വന്നിട്ടേ ഓനോട് കൂട്ടി കൊണ്ടുവരും പറഞ്ഞാൽ മതി. ഇതിന്റെ രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെയാണ്. അവിടെ 2-3 കാറൊക്കെ ഇടാം. 3 നില ഉണ്ട് കേസ്. 3 നിലയിലും അത്യാവശ്യം കാറുകളൊക്കെ കൊടുന്നിടാം. അവിടെ ഓൾറെഡി ഒരു കാർ ഉണ്ടല്ലോ. ചിലപ്പോ ഇതിന് ഓണർ കൊണ്ടുപോയിരിക്കും. കൊണ്ടുപോയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ കാറിന്റെ പൈസ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഞാൻ ഡീലോട്ട് തന്നെ പോവാം. ഇവിടെ അത്യാവശ്യം നൈസ് തന്നെ കേട്ടോ ഈ ഒരു ഡീലർഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുക്കാനുള്ള കാരണം. അപ്പൊ ഇതിന് ഓണർ വന്നിട്ടുണ്ടാണോ? ഞാൻ എന്തായാലും നോക്കട്ടെ അടി പോയിട്ട്. ഈ സ്റ്റെപ്പ് നൈസായിട്ടുണ്ട് ഗൈസ്. കണ്ട എങ്ങനെ നമ്മൾ കറങ്ങിയിട്ട് അടിയിലോട്ട് എത്തും. തല കറങ്ങണവരൊക്കെ ഇതിൽ കയറിയ പിന്നെ അവിടെ കിടക്കേണ്ടി വരും കേട്ടോ. ഞാൻ എന്തായാലും പിന്നെയും കറങ്ങുന്നു കഴിഞ്ഞല്ലോ. നമ്മളെ ഓണർ വന്നിട്ടുണ്ടാണോ? വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ നിൽക്കുന്നത് ആള്. കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഗെറ്റപ്പിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഞാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ എന്താ പൈസ കൊടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഈ ഡീലർഷിപ്പിന് നമ്മളെ പേരിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാ ഇവിടുന്ന്. നമ്മളെ വണ്ടി 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴല്ലേ വരാം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നില്ലേ. ഈ ഒരു ഡീലർഷിപ്പിന്റെ പുറത്തുനിന്നുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ടായിരുന്നു ഞെട്ടരുത്. ഇതാണ് കേസ് നമ്മുടെ ഡീലർഷിപ്പിന്റെ പുറത്തുനിന്നുള്ള ലുക്ക്. എങ്ങനെയുണ്ട് കേസ് നമ്മുടെ ഡീലർഷിപ്പ്? 3 നിലയുള്ള ഡീലർഷിപ്പാണ്. അത്യാവശ്യം വണ്ടികളൊക്കെ നമുക്ക് ഇതിൽ സെയിലാക്കാം. പിന്നെ ആർക്കായാലും ഒന്ന് വരുമ്പോൾ നോക്കാനും തോന്നും. ഞാൻ വണ്ടികൾ എടുത്തുകൊണ്ടാനും തോന്നും. പിന്നെ നിങ്ങളൊക്കെ വന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിലൊക്കെ വണ്ടി എടുത്തുകൊണ്ടുപോട്ടാ. നല്ല ഓഫറിലൊക്കെ വണ്ടി എടുത്തുകൊണ്ടുപോവാ. നിങ്ങൾ വന്നേക്ക്. സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പറഞ്ഞാൽ മാത്രം കിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടെ കുറെ സ്റ്റാഫുകളൊക്കെ വെക്കണം. നമ്മൾ തന്നെ വന്നിട്ട് ഇവിടെ എപ്പോഴും വണ്ടി സെയിലാക്കുന്നൊന്നും വരില്ല. അപ്പൊ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. റോഡ് ടു 100K ആണ്. ഇനി ഒരു 29K കൂടി മതി നമുക്ക് 100K അടിക്കാൻ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കിട്ടാ. ലൈക്ക് ടാർഗറ്റ് ഒരു 50 ലൈക്സ് ആണ്. നിങ്ങൾ എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കി തരാം. നമുക്ക് ഷിൻജാനൊക്കെ കൂട്ടിയിട്ട് കുറച്ചായിട്ട് വരാം. ഓക്കെ. A few moments later. എന്താണ് ഫ്രണ്ടിലേക്ക് കുറെ നേരം നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് എത്തിയിട്ടില്ലേ? ആടെ എത്തി. ഇതാ കാണണ ഈ വൈറ്റ് ബിൽഡിംഗ് ആണ്. നമ്മള് ഒരു സർപ്രൈസ് ആണ്. ഫ്രണ്ടിൽ നിന്ന് കണ്ടാ മതി. എന്താ ഫ്രണ്ടിലേക്ക് കാർ ഡീലർഷിപ്പ് ആണോ? ഫ്രണ്ടിലേക്ക് കാർ ഡീലർഷിപ്പ് വാങ്ങിച്ചോ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറയാണ്ട. ഞാൻ ഇത് പറഞ്ഞാലേ ശരിയല്ല. നമുക്ക് എന്തല്ലേ വണ്ടി ഇതിന്റെ ഉള്ളിൽ കയറ്റിയേക്കാം. പുറത്തൊക്കെ ഉണ്ടാ. ഇതാ ബൈക്ക്. ഞാൻ പിന്നെ ഇവിടെ ഒരു സ്റ്റാഫിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടിയൊക്കെ ഒതുക്കിക്കാൻ. നമുക്ക് BM ഇതിനുള്ളിൽ കയറ്റി സേഫ് ആക്കി വെക്കാം. പുറത്ത് വെക്കണ സേഫ് അല്ലേ കേസ്. ഒന്നാമത് ഞാൻ കീയും കൂടി ഇതിനുള്ളിൽ നിന്ന് എടുക്കാറില്ല. കീ ഞാൻ എന്തായാലും എടുത്ത് എന്റെ കയ്യിൽ നിന്ന് പോകും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സേഫ് ആയിട്ട് ഇരുന്നോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബൈക്ക് എടുത്തിട്ടേ പുറത്തേക്ക് വെക്കാം. നമ്മളെ വണ്ടികൾ വരുന്ന ട്രക്ക് ഇവിടെ എത്താനായിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് നേരില്ല, അല്ലെങ്കിൽ നേരില്ല. അപ്പൊ ഇത് ആ സമയത്ത് എടുത്തേക്കണ്ടല്ലോ. നമുക്ക് ഇവിടെ വെക്കാം. എങ്ങോട്ടാ ഷിൻജാൻ? ഞാൻ വണ്ടി ഇവിടെ എടുത്തേക്ക് വന്നാ. എവിടേക്ക് പോണ്? ഞാൻ എന്തായാലും വണ്ടി വരുന്നേ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആൾക്ക് വിളിച്ചോക്കുമ്പോ ഇപ്പത്ത് എന്ന് പറയണേ. കുറെ നേരമായി വരലോട് ഇങ്ങോട്ട്. ഇതുവരായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. നമുക്ക് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. വരുമ്പോ വരട്ടെ.
A few moments later. അങ്ങനെ നമ്മളെ വണ്ടികളൊക്കെ ഉള്ള ട്രക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഞാനൊരെണ്ണം ഇറക്കിച്ചിട്ടുണ്ട്. നമുക്ക് ഇതെന്തായാലും ഫസ്റ്റ് ഉള്ളിൽ കയറ്റിയേക്കാം. ഇത് നല്ല ഡാമേജ് ആണ് കേസ്. ഇത് നമുക്ക് ഇവിടെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വർക്കർ ഒന്ന് റിപ്പയർ ചെയ്തോളും. ആൾക്ക് ഈ വണ്ടിയുടെ എല്ലാ പണി അറിയണോണ്ടേ ആളൊക്കെ ഓട്ടോമാറ്റിക് റിപ്പയർ ചെയ്ത് വെച്ചോളും. അതാ പോണേ നമ്മളെ വർക്കർ. നമുക്ക് ഈ വണ്ടി കൂടി ഇറക്കിയേക്കാം. ഇതിന് റൂഫ് ഒന്നും ഇല്ലാത്ത മോഡൽ വണ്ടിയാണ് കേസ്. അതുകൊണ്ട് ഇത് റൂഫ് കൺവേർട്ടിബിൾ റൂഫാണ്. അതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ഉള്ളിൽ കയറ്റിയേക്കാം. ഇനി ഇതിന് കുറെ പണികളൊക്കെ എടുക്കുന്നുണ്ട് കേസ്. പ്രൈസ് ഇടണോ, വണ്ടി ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കണം. അപ്പൊ നമ്മളെ വർക്കർ ഇവിടെ വെച്ചെടുക്കാം. നമ്മളെ വർക്കർ ഞങ്ങൾക്ക് ഉള്ളി കയറ്റി സെറ്റ് ആയിക്കോളും. നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ എല്ലാ വണ്ടികളും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ വർക്കറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഷിൻജാന് വണ്ടി കയറിയിട്ട് ഓൾറെഡി നല്ല വർക്കായിട്ടുണ്ട്. ഇപ്പൊ നല്ല ടൈം അത്യാവശ്യം ആയിട്ടുണ്ട് ഗൈസ്. ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. ഷിൻജാന് ഇറങ്ങേണ്ടി നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഷോറൂമിൽ പൂട്ടിയിട്ടുണ്ട്. നമ്മളെ വർക്കർ എന്താ വണ്ടിയൊക്കെ ഇങ്ങനെ ഇട്ട് പോയിരിക്കണ്. എന്തായാലും ആള് ചിലപ്പോൾ ഉള്ളിൽ ആൾക്ക് മേലെ ഞാനൊരു ചെറിയ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തിട്ട് ആൾ പോയിക്കോളും. ഇപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോയി. നമുക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നാളെ വേറെ വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് നമ്മളെ വർക്കർ നോക്കിക്കോളും. അയാളെ പുലർച്ചയ്ക്ക് എത്താം. അതുവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോകണം. ഇവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് പോകണ വഴികളൊക്കെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വഴിയാണ് പോണത്. വീട്ടിലേക്ക് തന്നെ എത്തിച്ചാൽ മതിയായിരുന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗൈസ്. നമുക്ക് നേരെ വീട്ടിൽ പോയി കിടക്കണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.